റെക്കഗ്നൈസ് ചെയ്ത് കൊടുത്തു ഈ കയ്യേറ്റ ഭൂമി. അതാണ് ഉണ്ടായത്. അതപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കില്ലേ? ഞങ്ങൾ അവിടെ പോയി, ഞാനടക്കമുള്ള ആളുകൾ, സി രമേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതുകൊണ്ടും ഞങ്ങളവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമല്ലേ നിങ്ങൾ നടപടികൾ എടുത്തത്. സാർ, അതിന്റെ തൊട്ടപ്പുറത്ത്, ചൊക്കരമുടിയിൽ അതിന്റെ തൊട്ടപ്പുറത്ത് കല്ലമ്പലം, ഉപ്പള, പച്ചപ്പുല്ല് തുടങ്ങിയ സ്ഥലത്ത് സാർ കയ്യേറ്റക്കാര് പാറ പൊട്ടിച്ചിട്ട് 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ, നമ്മുടെ നാട്ടിലില്ല, 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി. 10 മീറ്റർ വീതിയിൽ ഞാൻ പേര് പറയില്ല കേട്ടോ, അത് പേര് പറയുന്ന പ്രശ്നവും. 2.5 കിലോമീറ്റർ നീളത്തിൽ പണിതു, പാറ പൊട്ടിച്ച് പണിതു. സാർ, അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ? ഏതാ പാറയെന്ന് എനിക്ക് സംശയമാണ്. ഏതാ പാറ? ഈ അനങ്ങാ പാറയാണ്. 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല, അങ്ങേക്കറിയാം. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ്, നടപടി എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ പുറയിൽ. ഇതില്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇതില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞത്, ഈ ഭൂമി കയ്യേറിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുക. സാർ, ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് നൽകിയ ഭൂമിയും HLന്റെ ഭൂമിയും ആരാണ് സാർ കയ്യേറിയത്? അത് ഞാൻ പേര് പറയില്ല. അതാരാ കയ്യേറിയത്? തൊടാൻ പറ്റിയോ? തൊടാൻ പറ്റിയോ? സൂചന അവർക്ക് എല്ലാവർക്കും മനസ്സിലായാലും തൊടാൻ പറ്റിയിട്ടില്ല സാർ. ഇതുവരെ ആദിവാസികൾക്ക് കൊടുത്ത ഭൂമിയും കയ്യേറി, HNLന്റെ ഭൂമിയും കയ്യേറി, ചിന്നക്കനാലിൽ ചെയ്തിട്ടില്ല. ഇനി സർക്കാർ പുറമ്പോക്കിൽ പാറ ഖനനം നടത്തിയാൽ, അത് ഞാൻ പേര് പറയില്ല, ഒരാളുടെ കുടുംബമാണ്, പ്രധാനപ്പെട്ട ഒരാളുടെ കുടുംബമാണ്. സാർ 2024 മാത്രം ജില്ലാ ജിയോളജിസ്റ്റ്, ഇതൊന്നും തീർത്തോട്ടെ, ജില്ലാ ജിയോളജിസ്റ്റ് 27 റിപ്പോർട്ട് കൊടുത്തു. 27 റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ്. പാറ ഖനനം ഈ സർക്കാർ ഭൂമിയിൽ നടക്കുകയാണ്. സാർ, 29/4/2024 ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് വെച്ചുകൊണ്ട് ഈ പാറ പൊട്ടിച്ചെന്ന് ഒരു പരാതി കൊടുത്തു. സാർ, അപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു. എന്താ നടപടി എന്നറിയാമോ? ജില്ലാ ജിയോളജിസ്റ്റിനെ പിറ്റേ ദിവസം സ്ഥലം മാറ്റി. അതാണ് നടപടി, ശക്തമായ നടപടി സ്വീകരിച്ചത് ഇടുക്കിയിലെ. സാർ, ഇവിടെ പറഞ്ഞല്ലോ 1964 ആ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സാർ, എന്തായിരുന്നു സാർ ഹൈക്കോടതിയിലെ പ്രശ്നം? ഹൈക്കോടതിയിൽ സർക്കാർ അത് അവതരിപ്പിച്ചിട്ടില്ല. കാരണം കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല, അത് വ്യാജ പട്ടയമാണ്. ആ കണ്ടുപിടിച്ചിട്ടുള്ള വ്യാജ പട്ടയങ്ങളുടെ ലിസ്റ്റ് സർക്കാർ, പേര് പറയാൻ പറ്റില്ല സർക്കാരിന്, അതാ പ്രശ്നം. ആരാണ് വ്യാജ പട്ടയം കൊണ്ട് ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നതിന്റെ ലിസ്റ്റ് കൊടുക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണ് ഇതാണ് വ്യാജ പട്ടയം, ഒറിജിനൽ പട്ടയം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ശരിയായ ആളുകൾക്കാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ ആ സ്റ്റേ വന്നത്. സാർ, ഇവിടെ CHRന്റെ കാര്യം അങ്ങ് വളരെ വിശദീകരിച്ചു, കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ 2016 വരെ